എല്ലായിടത്തും അദ്ദേഹം ചൂസിയാണ് എന്നത് കാണിക്കാനാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത്. പക്ഷേ എന്നാൽ ഇന്ന് ഇതേപോലെ ഒരു നാമജപ ഘോഷയാത്ര അല്ലെങ്കിൽ പന്തളത്ത് ആഗോള അയ്യപ്പ സംഗമത്തിനൊരു ബദൽ സംഗമം നടത്തുമ്പോൾ അദ്ദേഹം അവിടേക്ക് പോകില്ല. കാരണം അദ്ദേഹത്തിന് ഇപ്പോൾ അറിയാം, അതായത് ഒരു തുടർ ഭരണത്തിലേക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ ഇടതുപക്ഷം തങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് വന്ന് ശ്രമിക്കുമ്പോൾ തങ്ങൾക്ക് കിട്ടുന്ന ഒരു മൈലേജ് എത്രത്തോളമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ചൂസിയാണ്. അന്നത്തെ അദ്ദേഹത്തിന്റെ സ്റ്റാൻഡും ഇന്നത്തെ സ്റ്റാൻഡും ചൂസിയാണ്. അതുപോലെ തന്നെ ഹിന്ദു സ്പിരിറ്റ് വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും എടുത്ത് എൻഡോഴ്സ് ചെയ്ത് പറയാറുണ്ട് ഈ ഹിന്ദു സ്പിരിറ്റിനെ കുറിച്ച്. മലപ്പുറം പരാമർശം തന്നെ വർഗീയത കൂടി ചേരുന്ന പരാമർശമായി അത്രയേറെ വിവാദമായതുകൊണ്ട്. പക്ഷേ ജി സുകുമാരൻ നായർ അങ്ങനെ ഒരു കമന്റ് നടത്തില്ല, ഒരു വർഗീയ പരാമർശം നടത്തില്ല. പമ്പാ സംഗമത്തിന് വെള്ളാപ്പള്ളി നേരിട്ട് പോകുന്നു, പക്ഷേ ജി സുകുമാരൻ നായർ പ്രതിനിധിയെ വിടുന്നു. ഇവിടെ പന്തളം സംഗമത്തിലും കരയോഗത്തിന് പ്രതിനിധികൾ ഉണ്ടായിരുന്നു, പമ്പാ സംഗമത്തിലും ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഡോക്ടർ. ഇവിടെ ശരിദൂരം സ്വീകരിച്ചുകൊണ്ട് CPIM-നോട് ജി സുകുമാരൻ നായർ അടുക്കുമ്പോൾ കരയോഗത്തിന്റെ അംഗങ്ങൾ എല്ലാ കരയോഗങ്ങളും അതേ നിലപാട് എടുക്കണമെന്നില്ല, അത് സ്പ്ലിറ്റായി പോകും. വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ പ്രഡിക്ഷൻ അതാണ്, സ്പ്ലിറ്റായി പോകും. BJP-യിലേക്കും കോൺഗ്രസിലേക്കും CPIM-ലേക്കും സ്പ്ലിറ്റായി പോകുന്ന വോട്ട്സ് ആയിരിക്കും ഇത്തവണ നമ്മൾ NSS-ൽ കാണാൻ പോകുന്നത്. ജി സുകുമാരൻ നായർ പറയുന്നതനുസരിച്ച് കരയോഗ അംഗങ്ങൾ എല്ലാവരും ഒന്നും വോട്ട് ചെയ്യില്ല എന്നതാണ് നിലവിലെ യാഥാർത്ഥ്യം. ഓക്കെ.